കഴിഞ്ഞ 2 വർഷമായി ഇസ്രായേൽ ഗാസ പ്രദേശത്തുള്ള ആളുകളെ, പലസ്തീനികളെ കൊന്നുകൂട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യുദ്ധത്തിലൂടെ അവരുടെ പാർപ്പിട സമുച്ചയങ്ങൾ കംപ്ലീറ്റ് തീയിട്ട് അഗ്നിക്കിരയാക്കി. അതുപോലെ തന്നെ അവരുടെ അഭയാർത്ഥി ക്യാമ്പുകൾ മുഴുവൻ ബോംബിട്ട് തകർത്തു. ആശുപത്രികളിൽ അഭയം തേടിയ രോഗികളെ പോലും ബോംബിട്ട് കൊന്നു. അതുപോലെ തന്നെ അഭയാർത്ഥികളായി ക്യാമ്പുകളിൽ ജീവിക്കുന്ന ആളുകളെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ബോംബിട്ട് കൊന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ സ്ഥലങ്ങൾ, കുട്ടികളുടെ ആശുപത്രികൾ എല്ലാം ബോംബിന് ഇരയാക്കി, അഗ്നിക്കിരയാക്കി. അങ്ങനെ ലോകത്ത് തുല്യതയില്ലാത്ത ക്രൂരത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. 2 വർഷമായിട്ട് ഇസ്രായേൽ ഗാസയിലുള്ള മുഴുവൻ ആളുകളെയും കൊന്നുകൂട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. 7 ലക്ഷം ആളുകൾ എന്നാലും അവിടെ ഇപ്പോൾ ബാക്കിയുണ്ട്. 3.5 ലക്ഷം ജനങ്ങൾ നഗരം വിട്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് പോയിരിക്കുകയുമാണ്. യൂറോപ്യൻ യൂണിയന്റെ ഉപരോധിക്കുമെന്ന ഭയപ്പെടുത്തലുകളുടെ ഇടയിൽ തന്നെ ഒരാളെയും പേടിക്കാതെ ഇസ്രായേൽ ഗാസയിലുള്ള സാധുക്കളെ കൊന്നുകൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇത് വംശഹത്യയാണെന്ന് UN കമ്മീഷൻ ഇപ്പോൾ ഒരു കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു കമ്മിറ്റി അവരുടെ നിയമങ്ങൾ, അവരുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എന്നാൽ ലോകത്ത് ആരെല്ലാം എതിർത്താലും, ഏതെല്ലാം ജനങ്ങൾ എതിരാണെങ്കിലും, പട്ടാളക്കാരെതിരാണ്, ഇസ്രായേലിലുള്ള ബഹുഭൂരിപക്ഷം എതിരാണ്. എന്നാലും ബെഞ്ചമിൻ നെതന്യാഹു എന്ന അവിടുത്തെ പ്രധാനമന്ത്രി, ലോക ഭീകരൻ, ലോക ക്രൂരൻ, അവൻ എല്ലാ അറബി രാജ്യങ്ങളെയും ഒതുക്കി, എല്ലാ അറബി രാജ്യങ്ങളെയും ബോംബിട്ട് തകർത്ത് ഇറാനെ, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളെ, അയൽപക്ക രാജ്യങ്ങളെ മുഴുവൻ, ഇപ്പോൾ അവസാനം കുവൈത്തിലും ബോംബിട്ടു. അങ്ങനെ പല രാജ്യങ്ങളെയും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ. 7 ലക്ഷം ആളുകൾ അധിവസിക്കുന്ന, അവസാനം 7 ലക്ഷം, മുമ്പ് ധാരാളം ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ 3.5 ലക്ഷം ആളുകൾ നഗരം വിട്ടുപോയിരിക്കുന്നു. അവരെ കൊന്നുകൂട്ടാൻ വേണ്ടി കരയുദ്ധം തുടങ്ങിയിരിക്കുന്നു ഇസ്രായേൽ എന്നാണ് അവർ പറയുന്നത്. 2 കൊല്ലം കൊണ്ട് യുദ്ധം നടത്തിയിട്ടും ഇസ്രായേൽ ഗാസയിൽ അധിവസിക്കുന്ന പലസ്തീനികളെ മുഴുവൻ കൊന്നൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത.